വയനാട് ജില്ലയിലെ ആദ്യത്തെ പ്രൈവറ്റ് ബസ്സിലെ വനിതാ കണ്ടക്ടർ 2 വർഷമായി. സജിത, ഇനിയിപ്പോൾ KSRTC ബസ്സിലേക്ക് മാറാനുള്ള താല്പര്യമുണ്ടോ? എന്താ സ്ഥിതി? ഇനി വിളിക്കാൻ സാധ്യതയില്ല. ഞങ്ങൾ സർക്കാരിനെതിരല്ല, ഒപ്പമാണ്. ഞങ്ങളുടെ അവസ്ഥകളും പ്രശ്നങ്ങളും മനസ്സിലാക്കും എന്നുള്ളത്, ഞങ്ങളുടെ കൂടെ നിൽക്കും എന്നൊരു പ്രതീക്ഷയുണ്ട്. ഞങ്ങൾ സംരക്ഷിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് ആത്മഹത്യ ഞങ്ങൾക്ക് മുമ്പിൽ വഴിയുള്ളൂ. സ്വകാര്യ ബസ് മേഖലയിലെ പ്രതിസന്ധികൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും അടിയന്തര ഇടപെടലുകൾ നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് വയനാട് ജില്ലയിലെ സ്വകാര്യ ബസ് തൊഴിലാളികളും ബസ് ഉടമകളും മറ്റ് ട്രേഡ് യൂണിയൻ തൊഴിലാളികൾ അടക്കമുള്ള ആളുകൾ കൽപ്പറ്റ സിവിൽ സ്റ്റേഷന് മുൻപിൽ വലിയൊരു പ്രതിഷേധം നടത്തുന്നത്. പ്രധാനമായും പ്രിയദർശിനി പദ്ധതി വന്നതിന് ശേഷം പ്രതിദിനത്തിൽ വരുമാനത്തിൽ വലിയ കുറവുണ്ട്. അതോടൊപ്പം ഡീസൽ മറ്റ് ദൈനംദിന ചിലവുകളടക്കം മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സ്ഥിതിയിലാണ് സ്വകാര്യ ബസ് മേഖല എന്നാണ് പ്രധാനമായും ഇവർ പറയുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം വയനാട് ജില്ലയിലെ 2 വനിതാ കണ്ടക്ടർമാർ, വനിതാ ബസ് തൊഴിലാളികൾ, സ്വകാര്യ ബസ് മേഖലയിലെ തൊഴിലാളികളാണ്. അവർ ചേരുകയാണ്. എന്താ ഇപ്പോൾ മുൻപുണ്ടായിരുന്നു അത്യാവശ്യം കളക്ഷൻ ഉണ്ടായിരുന്നോ? ഇപ്പോഴത്തെ സാഹചര്യം എന്താ? ആദ്യത്തെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു 13,000-14,000 ആ റേഞ്ചിലുള്ള കളക്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ പകുതിയായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് മുമ്പോട്ട് പോകുന്നത്. അതായത് മുതലാളിമാർക്ക് എണ്ണ അടിക്കാനില്ലാത്തൊരു സാഹചര്യം, ഞങ്ങൾക്ക് കൂലി എടുക്കാനില്ലാത്തൊരു സാഹചര്യം, അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ കൂടിയാണ് മുമ്പോട്ട് പോകുന്നത്. വേറെന്താ? ജിമോൾ ജെയിംസ്. മുൻപ് എത്ര വർഷമായി മേഖലയിലേക്ക് വന്നിട്ട്? ഏത് റൂട്ടിലാണ് ഓടുന്നത്? ഇപ്പം ബത്തേരി മാനന്തവാടി, ബത്തേരി അമ്പലവേല് ആ റൂട്ടിലാണ്. റൂട്ടിലൊക്കെ നിങ്ങളുടെ ഒപ്പം തന്നെ KSRTC ബസ്സുകൾ ചാലിലുണ്ടോ? ആ റൂട്ടിലുണ്ട്. ഞങ്ങളെ കാണുമ്പോൾ യാത്രക്കാർ മാറി നിൽക്കുകയാണ്, സ്ത്രീകളായാലും മാറി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണുള്ളത്. അപ്പോൾ KSRTC പുറകെ വരുന്ന സമയത്ത് അതിൽ കയറുന്ന ഒരു അവസ്ഥയിലാണുള്ളത്. വേറെന്താ? ഏത് റൂട്ടിലാണ് ഓടുന്നത്? സജിത, നമ്പ്യാർന്ന് ബത്തേരി. 2 വർഷം. പ്രിയദർശിനി പദ്ധതി വന്നതിന് ശേഷം സ്ത്രീകൾക്ക് വലിയൊരു സൗജന്യ പദ്ധതിയാണെന്ന് പറയുന്നു. നിങ്ങൾ സ്ത്രീകൾപ്പെട്ടവരാണല്ലോ. എന്താ ഇപ്പോൾ നിങ്ങളുടെ ഒരു സാഹചര്യം എന്താ? ഞങ്ങൾ ബസ്സിൽ തന്നെ സ്ഥിരം യാത്രക്കാരുണ്ട്, അവർ പോലും മാറി നിൽക്കാം. ഞങ്ങൾ ഫ്രണ്ടിലും പുറകിലും ആയിട്ട് KSRTC ആണ്. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഗ്യാപ്പിൽ അവർ പോലും മാറിയിരിക്കുകയാണ്. പിന്നെ 1200 രൂപ കൂലി വാങ്ങി ഞങ്ങളിപ്പോൾ പകുതിയാണ് കൂലി വാങ്ങുന്നത്. ജോലി പകുതിയായി കുറഞ്ഞോ? ഇല്ല, ജോലി പകുതിയായി കുറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയല്ല, കൂലി സ്ത്രീകളൊക്കെ മാറിയിരിക്കല്ലേ. ഞങ്ങൾ രാവിലെയൊക്കെ നല്ല ടൈറ്റ് ലോഡിലാണ് വണ്ടി ഓടുന്നത്. പക്ഷെ ഇപ്പൊ ആളേ ഇല്ല. കണ്ടക്ടറാണ്. ഞാനാണ് ഈ വയനാട് ജില്ലയിലെ ആദ്യത്തെ പ്രൈവറ്റ് ബസ്സിലെ വനിതാ കണ്ടക്ടർ. 2 വർഷമായി. ഇനിയിപ്പോ KSRTC ബസ്സിലേക്ക് മാറാനുള്ള താല്പര്യമുണ്ടോ? എന്താ സ്ഥിതി? ഇനി വിളിക്കാൻ സാധ്യതയില്ല. എല്ലാവരും പ്രതിസന്ധിയിലാണ്. പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ സർക്കാരിനെതിരല്ല, ഒപ്പമാണ്. ഞങ്ങളുടെ അവസ്ഥകളും പ്രശ്നങ്ങളും മനസ്സിലാക്കും എന്നുള്ളത്, ഞങ്ങളുടെ കൂടെ നിൽക്കും എന്നൊരു പ്രതീക്ഷയുണ്ട്. ട്രേഡ് യൂണിയൻ തൊഴിലാളികൾ അടക്കമുള്ളവർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ അനിശ്ചിതകാല പണിമുടക്ക് ജൂലൈ 1 മുതൽ ഉണ്ടാകും. സർവീസുകൾ നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം എന്താ? അതിൻ്റെ ആശങ്കയിലാണ്. കാരണം അവർക്ക് ഓണർമാരെ സംബന്ധിച്ച് ഡീസൽ അടിക്കുന്നതിനുള്ള തുക കിട്ടാത്തത് കൊണ്ട് സർവീസ് നിർത്തിവെക്കുക തന്നെ അവർക്ക് കഴിയുള്ളൂ. കാരണം ദിവസം അവരുടെ കയ്യിൽ നിന്ന് പണം എടുത്തുകൊണ്ട് ഒരു സർവീസ് നടത്താൻ, ഒരു സേവനം നടത്താൻ അവർ തയ്യാറാവില്ല. ഇന്ന് തന്നെ 410 ബസ്സുകളിൽ നിന്ന് 300 ചില്ലറ ബസ്സുകൾ G-ഫോം കൊടുത്തു കഴിഞ്ഞു ഓടില്ലാന്ന്. ഇപ്പം ഞാൻ 25 വർഷമായിട്ട് ജോലി ചെയ്യുന്ന ഒരു തൊഴിലാളിയാണ്. ഇതുവരെ ഞങ്ങൾക്ക് ഇതുപോലത്തെ ഒരു പ്രതിസന്ധി ഉണ്ടായിട്ട് ചെറിയ വരുമാനത്തിൽ കുറവുണ്ടാവുന്നല്ലാണ്ട് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഇതാദ്യമായിട്ടാണ്. ഇതിപ്പോൾ നാളെ എന്ത് തൊഴിലിന് പോകും, ഇനി ഞങ്ങൾക്ക് മറ്റേ തൊഴിലെടുക്കാൻ ഞങ്ങൾക്ക് അറിയില്ല. അതുപോലെ ആവലാതെയാണ്. കാരണം അവരെന്താ മറുപടി പറഞ്ഞത്? സർക്കാർ ഞങ്ങളെ പരിഗണിക്കും, കിലോമീറ്റർ അടിസ്ഥാനത്തിൽ ബസ്സുകൾ വാടകയ്ക്കെടുത്ത് ഓടിക്കുന്ന മന്ത്രി പറയുന്നുണ്ട്. അത് എത്രത്തോളം ഫലവത്താവും ഞങ്ങൾക്കറിയില്ല. എന്നിരുന്നാലും ഞങ്ങളെ സംരക്ഷിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് ആത്മഹത്യ ഞങ്ങൾക്ക് മുമ്പിൽ വഴിയുള്ളൂ. ഞങ്ങളെപ്പോലെ തൊഴിലാളികൾക്ക് വേറെ ജോലി എടുക്കാൻ കഴിയില്ല. ഞങ്ങൾക്ക് ഈ തൊഴിൽ സംരക്ഷിച്ചില്ലെങ്കിൽ, ഈ വ്യവസായം സംരക്ഷിച്ചില്ലെങ്കിൽ, ഒരു വയനാട് തന്നെ 1500 തൊഴിലാളികളുണ്ട്. അവർ ആത്മഹത്യ ചെയ്യേണ്ട വക്കീലാണ് ഇപ്പോൾ ഉള്ളത്. 300ഓളം സ്വകാര്യ ബസ്സുകൾ G-ഫോം മോട്ടോർ വാഹന വകുപ്പിന് സമർപ്പിച്ചു കഴിഞ്ഞു. അതായത് സർവീസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യമുണ്ടെന്ന് അറിയിച്ചുകൊണ്ടാണ് അവർ മോട്ടോർ വാഹന വകുപ്പിന് ഇത്തരത്തിലൊരു അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത്. ജൂലൈ 1 മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് പോകുമെന്നാണ് അവർ പറയുന്നത്. ഏതായാലും അധികൃതർ ഇത് കണ്ണു തുറന്നത് കാണണം. സ്വകാര്യ ബസ് മേഖലയെ സംരക്ഷിക്കുന്ന രീതിയിലേക്കുള്ള ഇടപെടൽ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. വീഡിയോ ജേർണലിസ്റ്റ് ടോണി കെ ആന്റണിക്കൊപ്പം റിപ്പോർട്ടർ ദീപക് മോഹൻ ഇൻ റിപ്പോർട്ടർ, വയനാട്.